contestant number 8. സംപൂജ്യരായ സദസ്യരെ, മലയാളി മങ്കയുടെ തിരഞ്ഞെടുക്കുന്ന ഈ മത്സരത്തിൻ്റെ ആദ്യ ഭാഗമാകുന്നു സ്വയം പരിചയപ്പെടുത്തൽ. എൻ്റെ പേര് എലിസബത്ത് ഡിംപിൾ പോൾ. ഇന്ത്യയിൽ പിങ്ക് സിറ്റി എന്ന പേര് പ്രശസ്തി ആർജിച്ച ജയ്പൂരാകുന്നു എൻ്റെ ജനനസ്ഥലം. ജോലി സംബന്ധമായി അമേരിക്കയിൽ ചേർക്കേറിയ മാതാപിതാക്കളോടൊപ്പം 1985 ഞാനിവിടെ എത്തി. ഇവിടുത്തെ സ്കൂളുകളിൽ പ്രൈമറി വിദ്യാഭ്യാസവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ്റെ ബിരുദവും നേടി. മലയാളി തനിമയിൽ തന്നെ വളർത്തിയ മാതാപിതാക്കളുടെ ബ്ലെസ്സിങ്ങോടുകൂടെ പരമ്പരാഗതമായ രീതിയിൽ തന്നെ കേരളത്തിൽ നിന്ന് ജിജിയെ വിവാഹം കഴിച്ച് കുടുംബജീവിതം ആരംഭിച്ചു. 9 വയസ്സുള്ള ഹന്നയുടെയും 7 വയസ്സുള്ള ജോർജിൻ്റെയും അമ്മയാണ് ഇന്ന് ഞാൻ. അമേരിക്കയിലെ ഈ തിരക്കുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ മാസ്റ്റേഴ്സ് ഇൻ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഓണേഴ്സോടുകൂടി പൂർത്തിയാക്കുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഇ-കോമേഴ്സ് കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു. കൂടാതെ ഫീനിക്സ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ലെക്ചറായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നു. പ്രൈമറി വിദ്യാഭ്യാസം എല്ലാം ഇവിടെ ആയതുകൊണ്ട് എന്നിലെ മലയാള തനിമ എൻ്റെ പ്രവൃത്തിയിലും മനസ്സിലും പരിപാലിച്ചുകൊണ്ട് അടുത്ത തലമുറയിലേക്ക് പകർത്തുവാൻ ശ്രമത്തോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും എൻ്റെ കേരളപ്പിറവിയുടെ ആശംസകൾ. Thank you. That was contestant number 8. Our last contestant number 9. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിനി. ഭർത്താവും 2 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എൻ്റെ ഭർത്താവിൻ്റെ പേര് സൈജൻ. മക്കൾ മൂത്തയാൾ 10 വയസ്സുള്ള ഇലൈൻ റോസ്, ഇളയയാൾ 6 വയസ്സുള്ള എറിൻ ജോ. ഞങ്ങളിവിടെ അമേരിക്കയിലെത്തിയിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. ഞാൻ ആതുര സേവന രംഗത്ത് നേഴ്സായി ജോലി ചെയ്യുന്നു. നാട്ടിൽ ഞങ്ങളുടെ വീട് ആലുവയിലാണ്. ആലുവയുടെ മഹത്വത്തെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ആലുവ പട്ടണം പെരിയാറിൻ്റെ തീരത്താണ്. പിന്നെ ആലുവ മഹാശിവരാത്രി ഈ പേര് കേട്ടതാണ്. ഇങ്ങനെയൊരു അവസരം എനിക്ക് ഒരുക്കി തന്ന DMAയുടെ ഭാരവാഹികൾക്ക് നന്ദി. അതോടൊപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. So all our participants, we have all our participants 9. അതിനു മുന്നേ ഒരു കാര്യം നിങ്ങളുടെ മുന്നിലെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നു. The judges decision final. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പോപ്പുലാരിറ്റി വോട്ട്, നമുക്ക് അതിനൊരു കോൺസലേഷൻ പ്രൈസ് കൂടെ ഉണ്ട്. ഒരു പോപ്പുലാരിറ്റി വോട്ടായി നമ്മൾ ഇവിടെ ഒരു ചിറ്റ് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. By the end of second round, നിങ്ങൾ കരുതുന്ന മലയാളി മങ്ക ആരാണോ അവരുടെ number. You all will get a small slip of chip or piece of paper. Ningalde favorite contestant, you just need to put their number and put it in our drop box. We are going to count that by the end of the second round. By the end of the second round, so we will be announcing the popularity winner in the third round. So people are distributing that small piece of paper. So you just write. I mean, favorite people. I know by the first round you all must be having Malayali Manga and like either for example Malayali Manga 9, Malayali Manga contestant 8 or 7, whoever is your favorite you think is the best, please write their number, put it in the box. I know judges have their decision is final, they have a great big job to do, but still even you all get the chance to choose your favorite too. എല്ലാം മനസ്സിലായല്ലോ. ഒരു പോപ്പുലാരിറ്റി വോട്ടിൽ കൂടെ ഒരു മങ്കയെ കൂടെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. Again, please give them a very big hand, please.
പാട്ടാണ് പാടാൻ ശ്രമിക്കുന്നത്. സംകൃത പമഗരി തങ്കത്തുങ്കത്ത തിങ്കിണ തിൻകൃത തിനികിടമേളം തക സംസരി സരിഗമ തക്കിട തക്കത്തിൻ തിങ്കിണ തിന്തിമിതാളം കൃത താളം സംകൃത പമഗരി തങ്കത്തുങ്കത്ത തിങ്കിണ തിൻകൃത തിനികിടമേളം തക സംസരി സരിഗമ തക്കിട തക്കത്തിൻ തിങ്കിണ തിന്തിമിതാളം കൃത കഞ്ചത്തെ സുന്ദിരൂരിനി സചിത്തിരമൊത്തൊരു കഞ്ചത്തെ ലിംഗതിരോനോ പിൻപാഴങ്ങതിരോനിൽ മൊഞ്ചത്തെ നിന്തിടും മൂടി വരെ സംഗതി കൊണ്ടൊരു കഞ്ചത്തെ ഒന്നൊന്നേ മൂടി പണ്ടിതിനൊത്ത കറുപ്പും എരുപ്പും മിന്നൊന്നേ മൂടന്നിട്ട് കുനിട്ടൊരു കെട്ടച്ചിട്ടാൽ പിന്നൊന്നേ ആണ പേടുമാടിയും പാടി വരെ സുട്ട കമാനിൽ വാള ഒത്ത മികാനോ സാലാം വട്ട എനിക്ക് തോന്നുന്നു ഇത് ഗൗരവമായിട്ട് കാണേണ്ട ഒരു ഇതാണ്. അതായത് നമ്മളിപ്പോൾ കേരളത്തിലും മിക്കവാറും കാണാറുള്ളത് ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്. അതായത് ഒരു ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സ്പോർട്സ് മേഖലയിൽ പെർഫോം ചെയ്യുന്നു, അതായത് മാക്സിമം ചെയ്യാവുന്നത് ചെയ്യുന്നു, മാക്സിമം ഒരു നാഷണൽ ലെവലിൽ പോകും. അത് കഴിഞ്ഞ് ഒരു ഇൻ്റർനാഷണൽ റെക്കോർഡ് അല്ലെങ്കിൽ അത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള പരിശീലനമൊന്നും കാണാറില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കിവിടെ വേണ്ടത് ഒരു വ്യക്തമായ ഒരു പ്ലാൻ, ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, അതാണ് ഇവിടെ വേണ്ടതെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ നമ്മൾ പ്രൈമറി ലെവലിൽ അല്ലെങ്കിൽ സ്കൂൾ ലെവലിൽ നല്ല കഴിവുള്ള ഓരോ മേഖലയിൽ നല്ല കഴിവുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് അവരൊരു കേരളത്തിൻ്റെ അതായത് ഒരു സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ബോർഡോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും. You talk in phone to a friend, gossiping about your common friend. മിക്കവാറും തന്നെ എന്തും ചെയ്യുന്ന പരിപാടിയാണ്. ഇതുകൊണ്ട് അധികം പ്രിപ്പറേഷൻ ഒന്നും വേണ്ടി വന്നില്ല. എനിവേ, ഹലോ എടി മരിയേ, നീ അവിടെ എന്തെടുക്കുക? നിന്നെ വിളിക്കാനായിട്ട് ഞാൻ എത്ര നേരം കൊണ്ട് വിളിച്ചോണ്ടിരിക്കാന്നറിയോ? കിച്ചണിലാണോ? എൻ്റെ ആ തവ എവിടെയുണ്ടോ? ആണോ? ഓ, പിന്നെ നീ ഇന്ന് കേട്ടായിരുന്നോ ആ ഒരു ആൻസിയെ കുറിച്ച്? ആ, അവിടെ എന്താണ് പ്രശ്നമുണ്ടെന്ന് പറയുന്നു? ആണോ? അവക്കല്ലെങ്കിലും കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു. ഏത് നേരിയ സ്ഥലത്ത് എന്തോ ഒരു കശപിശ ഉണ്ടായിരുന്നല്ലോ. ആ, അതിലേ ഉള്ളതായിരുന്നു അല്ലേ? ആ, ശരി, നിനക്ക് തീർച്ചയായും നീ വെച്ചോ, ഞാൻ പിന്നെ വിളിച്ചോളാം. എന്തെങ്കിലും അറിയാൻ പറയണേ. ശരി എന്നാ, ഓക്കെ, ബൈ. That was contestant number 2. That was contestant number 3. Please give her